വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണത്തിനായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി. തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘമാണ് എത്തിയത്. നേരത്തെ 4 അംഗ സമിതി DMEക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. എത്ര ഇൻസ്ട്രുമെന്റ് സിസ്റ്ററിന് നല്ല ഇതാണ്. അവർക്കൊരു കണക്കുണ്ട്, മനസ്സിലായില്ലേ? അവർ ആ ബണ്ടിൽ കെട്ടുമ്പോഴേ അവരുടെ ഒരു കണക്ക് വെച്ചാണ് കെട്ടുന്നത്. അപ്പൊ സിസ്റ്ററിനാണ് ഇത്ര കൗണ്ട്, ഇപ്പൊ 6 സ്പഞ്ച്, 6 മോസ്കിറ്റോ, അങ്ങനത്തെ കണക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അത് സിസ്റ്ററിന്റെ അടുത്താണ് നമ്മൾ റീകൺഫേം ചെയ്യുന്നത്. അപ്പം സർജറി കഴിഞ്ഞ് ബ്ലീഡിംഗ് ഒന്നും ഇല്ല, എല്ലാം ഇതായി കഴിഞ്ഞ് നമുക്ക് ഇനി അബ്ഡമൻ ക്ലോസ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ അബ്ഡമൻ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്ററിന്റെ അടുത്ത് വെക്കും, സിസ്റ്ററെ ഇത് കൗണ്ട് മോപ്പോ എല്ലാം കറക്റ്റ് ആണല്ലോ, റീകൺഫേം ചെയ്യും. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ ഒരു സ്റ്റിച്ച് എടുത്തിട്ട് നമ്മൾ ചോദിക്കും, സിസ്റ്റർ കൺഫേംഡ് ആണല്ലോ? അപ്പൊ യെസ് എന്നുള്ള ആ ഗ്രീൻ ഫൈസൽ അസീസ് ചെയ്തതിന് വിശദാംശങ്ങൾ നൽകാനായി. ഫൈസൽ, വകുപ്പ് മേധാവി ഡോക്ടർക്ക് മേൽ പഴിചാരുന്നു, ഡോക്ടർ നഴ്സിന് മേൽ പഴിചാരുന്നു. ഇതിങ്ങനെ പരസ്പരം പഴിചാരൽ മാത്രമാണ് നടക്കുന്നത്. ഇവരുടെ ശസ്ത്രക്രിയ ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ഇത് പുറത്തെടുക്കുന്ന ശസ്ത്രക്രിയ ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? ഒപ്പം ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണം എങ്ങനെ നടക്കുന്നു? ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം, അന്വേഷണ സംഘം ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അവർ കൃത്യമായി പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 4 അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചത്. അവർ ഇപ്പോൾ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. DMEക്കാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ശസ്ത്രക്രിയ സമയത്ത് ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഇവരെ മൊഴിയും ഈ 4 അംഗ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സൂപ്രണ്ട് ഈ 4 അംഗ സംഘത്തോട് ഭക്ഷണം ആവശ്യപ്പെട്ടത് ഇന്ന് തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് തന്നെയാണ്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ DMEക്ക് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം സർക്കാരിന് സമർപ്പിക്കും. സർക്കാരാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നാണ് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് നിന്നുള്ള വിദഗ്ധ അന്വേഷണ സംഘമാണ് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷം അവർക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തുകയും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തിരുന്നത്. അനീഷ. ഫൈസൽ, ഈ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്, അവർ ഇപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിലാണ്, അതായത് എറണാകുളത്താണ് ശസ്ത്രക്രിയ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ എന്താണ് അവിടെ സംഭവിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഏതായാലും ഇന്ന് പരിശോധിച്ച ശേഷം പരിശോധനയ്ക്ക് ശേഷം അവരുടെ ഏത് ഭാഗത്താണ് ഈ ഒരു കത്രിക ഉണ്ട് എന്ന് കണ്ടെത്തിയ ശേഷം അത് ഓപ്പറേറ്റ് ചെയ്തെടുക്കുമെന്ന് തന്നെയാണ് ഈ ഡോക്ടർമാർ നേരത്തെ രാവിലെ തന്നെ വിശദമാക്കിയിരുന്നത്. അതായത് ഈ കത്രിക കുടുങ്ങിയിൽ 5 വർഷം തികയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള വേദനയാണ് ഇവർ സഹിച്ചത്. ഇന്നലെ രാത്രിയോടെയാണ് ഇവരെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് കൊച്ചി എറണാകുളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇന്നലെ രാത്രി 11:30യോടെയാണ് ഇവിടെ ഈ ആലപ്പുഴയിൽ നിന്നും ഇവരെ കൊണ്ടുപോയത്. തുടർന്ന് ഇവരെ ഇപ്പോൾ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുന്നതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അമ്പലപ്പുഴ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറി എത്തിയിട്ടുണ്ട്. ഇവരെ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ അമ്പലപ്പുഴ സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. മനീഷ. ശരി ഫൈസൽ, ഏതായാലും പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ സ്ക്രബ് നഴ്സിനെ പഴിചാരി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 തവണ നഴ്സിനോട് എണ്ണം എല്ലാം ശരിയാണല്ലോ എന്ന് ചോദിച്ചിരുന്നു. അതേ എന്നാണ് മറുപടി നൽകിയത്. അതിനുശേഷമാണ് സ്റ്റിച്ചിട്ടത്. അവർക്ക് എങ്ങനെ തെറ്റു പറ്റിയെന്ന് അറിയില്ല എന്നും ഡോക്ടർ ഷാഹിദ മീഡിയ വണ്ണിനോട് പറഞ്ഞു. രജീഷ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. രജീഷ്, ഈ ഡോക്ടർ നഴ്സിനുമേൽ ആണ് പഴി ചാരുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് ഷാഹിദയുടെ വിശദീകരണം ഇതിൽ വരുന്നത്? അന്വേഷണത്തിൽ ഇത് ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നിർണായകമാവുക ഇവരുടെ മൊഴി?
ആണ് മീഡിയ വണ്ണോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ സ്റ്റിച്ച് ഇടുന്നതിന് തൊട്ട് മുമ്പ് 2 തവണ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന സ്ക്രബ് നേഴ്സിനോട് ചോദിച്ചിരുന്നു എല്ലാം ഓക്കെ അല്ലേ എന്ന്, ഉപകരണങ്ങളെല്ലാം ഓക്കെ അല്ലേ എന്ന രീതിയിൽ 2 തവണ ചോദിച്ചു. 2 തവണയും ഓക്കെ എന്ന മറുപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ക്രബ് നേഴ്സ് നൽകിയിരിക്കുന്നത്. അതിനെ തുടർന്നാണ് പിന്നീട് സ്റ്റിച്ചുകളും ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്തതെന്നാണ് ഡോക്ടർ ഷാഹിദ മീഡിയ വണ്ണോട് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വരുന്നതും പുറത്തു അറിയുന്നതുമൊക്കെ. എന്തായാലും സ്ക്രബ് നേഴ്സിന്റെ മേലേക്കാണ്, അല്ലെങ്കിൽ സ്ക്രബ് നേഴ്സിന്റെ ഉത്തരവാദിത്വത്തിലേക്കാണ് ഇത് ഡോക്ടർ ഷാഹിദ കൊണ്ടുവയ്ക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ശസ്ത്രക്രിയ നടത്തിയ ശേഷം എല്ലാ ഉപകരണങ്ങളും ഇല്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സ്ക്രബ് നേഴ്സിനോട് ചോദിച്ചിരുന്നു. അവർ അതേ എന്ന മറുപടി നൽകി. അതിനുശേഷമാണ് ശസ്ത്രക്രിയ നടപടികൾ പൂർത്തിയാക്കിയതെന്നും ഇതുമായി ബന്ധപ്പെട്ട ഷാഹിദ വ്യക്തമാകുന്നത്. എന്തായാലും ഇനിയുള്ള ഉത്തരവാദിത്തം അത് സ്ക്രബ് നേഴ്സിന്റെ മുകളിലേക്കാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ പറഞ്ഞു വയ്ക്കുന്നത്. ശരി, രജീഷ് KC ആണ് വിവരങ്ങൾ നൽകിയത്.